ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേസ് സ്റ്റഡിയെക്കുറിച്ചാണ്. കേസ് സ്റ്റഡിയിലേക്ക് എത്താനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒന്നുകിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക, അതിൽ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്സപ്പിൽ ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിൽ മെനുവിലാണ് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉള്ളത്. അതിന് പകരം വൺ ക്ലിക്കിൽ തന്നെ അവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പമായേനെ എന്ന് തോന്നാറുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സ്മൈലിയുടെ ഒരു ചെറിയൊരു മെനു കൂടി ഓപ്പൺ ആയി വരുന്നുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷനായിട്ട് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാനായിട്ടും കഴിയും. ഇനി മറ്റൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ഡിജിറ്റൽ ആപ്ലിക്കേഷനിലൂടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കേസ് സ്റ്റഡിയിൽ ഈ ഒരു പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വ്യൂ പോയിന്റുകളും ഒക്കെ ഈ കേസ് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുക. നോർമലി ബിഹാൻസിൽ കാണുന്ന ഒരു കേസ് സ്റ്റഡി റിപ്ലിക്കേറ്റ് ചെയ്യാതെ നിങ്ങളെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.